നിങ്ങൾ സെയിൽസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ആശയങ്ങൾ, ലോകത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എൻ്റെ പ്രഡിക്ഷൻസ്, ഇതൊക്കെയാണ് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇന്നും നിരാശപ്പെടുത്തുന്നില്ല, ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെയിൽസ്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്ചേഞ്ച്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ബിസിനസ്. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു കൊടുക്കൽ വാങ്ങലാണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും ഒരു എക്സ്ചേഞ്ച് പ്രക്രിയയാണ്. നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ആശയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമുക്ക് പകർന്നു തരുന്ന ചില ആശയങ്ങൾ, അവരുടെ ചില അഭിപ്രായങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാറുണ്ട്. ഒരു കാലഘട്ടത്തിന് ശേഷം നമുക്കത് മനസ്സിലാകും, അവരുടെ ആശയങ്ങളോ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങളോ പിന്നീട് നമുക്ക് ഗുണകരമാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെന്ന് പറയുന്നത് പരിധികളില്ലാത്തവയാണ്. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് പരിധികളില്ലാതെ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. നമുക്ക് പരിധികൾ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുകളുടെ ചിന്തകളെ മാറ്റി മറിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കെതിരായിട്ട് നമുക്ക് വളരുവാനായിട്ടുള്ളൊരു മോട്ടിവേഷനാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് സെയിൽസ് എന്നുള്ളതാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അൺലിമിറ്റഡ് സെയിൽസ്. എന്താണ് ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്നത്? നമ്മൾ ലിമിറ്റഡ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? പരിധികളുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്നത്? പരിധികളില്ലാത്തത്, യാതൊരു പരിധികളും ഇല്ലാത്തതായിട്ടുള്ള ഒരു ലോകത്ത് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ സൃഷ്ടിക്കുവാൻ, നമ്മുടെ സന്തോഷവും സമാധാനവും അൺലിമിറ്റഡ് ആക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പരിമിതികൾ നിശ്ചയിക്കുന്നത് ഒരു സമൂഹമോ ഒരു വ്യക്തിയോ അല്ലെ ഒരു കൂട്ടം വ്യക്തികളോ അല്ല. നമ്മുടെ പരിമിതികൾ നിർണയിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ഏഷ്യൻ വിസ്ഡം ബുക്സ് അല്ലെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് പരിധികളില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പരിധികളില്ലാത്ത ദൈവത്തെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്, നമ്മൾ ഓരോ മനുഷ്യരും ആ ദൈവത്തിൻ്റെ അംശമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിൽ ആ ദൈവത്തിൻ്റെ അംശമുണ്ടെങ്കിൽ, അത് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളും പരിധികളില്ലാത്ത മനുഷ്യരാണ്. നമുക്ക് പരിധികളില്ലാതെ ചിന്തിക്കാൻ കഴിയും. നമ്മുടെ പരിമിതികളെ നിശ്ചയിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് ഞാൻ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ വിൽപ്പന പ്രക്രിയയിൽ എങ്ങനെ പരിധികളില്ലാതെ നമുക്ക് ചിന്തിക്കാമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ 2 തരത്തിലെ ആളുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ദേ ആർ ലിമിറ്റഡ്. പരിധികൾ മാത്രമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് ലോകത്ത്. ഇവരെ ലിമിറ്റഡ് ഹ്യൂമൻ ബീയിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് പരിമിതികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഓൾറെഡി തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ പരിമിതികളുള്ള മനുഷ്യരാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ ആർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നോ അവർക്കെല്ലാം ആ പരിമിതികളെക്കുറിച്ച് മാത്രമേ അവർ പറയുവാൻ ആഗ്രഹിക്കാറുള്ളൂ. പരിമിതികളുള്ള മനുഷ്യർ എന്താ ചെയ്യുന്നേ? അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ
അവർക്ക് ചുറ്റും എത്തിച്ചേരുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ ആശയങ്ങളിലും അവർ പരിമിതികൾ കാണുന്നു. ദേ ലിമിറ്റ് ദംസെൽസ് ആൻഡ് ഓൾസോ ലിമിറ്റ് അതേഴ്സ്. അതിൻ്റെ മറുവശം ഒരു കൂട്ടർ ആൾക്കാരുണ്ട്, അവര് അൺലിമിറ്റഡ് ആണ്. ദേ ആർ അൺലിമിറ്റഡ്. എന്താണ് ഇവർ? ഇവർക്ക് പരിമിതികളില്ല, പരിധികളില്ല. ദേ ആർ പവർഫുൾ. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള വെർഷനിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള വെർഷനിലേക്ക് ഒരു സെയിൽസ്മാനോ ഒരു ബിസിനസ്സുകാരനോ മാറിയാൽ മാത്രമേ അവൻ്റെ തലമുറയും അവന് ശേഷമുള്ള തലമുറകളും അൺലിമിറ്റഡ് ആകത്തുള്ളൂ. ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വെർഷനിലേക്ക് മാറുവാനുള്ള ഒരു 10ഓളം ടൂളുകളാണ് ഇന്ന് ഞാൻ എൻ്റെ ടോപ്പിക്കിലൂടെ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഒരു പരിധികളില്ലാത്ത സെയിൽസ്മാൻ ആകാം? പഠിക്കണ്ടേ? നമ്മൾ മറ്റുള്ളവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം ഹോമിക്കാതെ പരിമിതികളില്ലാത്ത ഒരു ലെഗസി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ലെഗസി മൈൻഡ് സെറ്റ്. അപ്പം ഈ പരിമിതികളുള്ള മനുഷ്യർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരെങ്ങനാണ് അവരെ ആ ഒരു ചട്ടക്കൂടിനകത്ത് വെക്കുന്നതെന്ന്. ആ ചട്ടക്കൂട് പൊളിച്ച് വെളിയിൽ ചാടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ആ ചട്ടക്കൂട് എങ്ങനെ പൊളിച്ചെഴുതുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ലിമിറ്റഡ് വെർഷനിൽ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് പരിമിതികളിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും ഗ്രോത്ത് എന്നോ ഇവോൾവ് എന്നുള്ള വാക്കുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒരിക്കലും അവർ സ്വപ്നം കാണില്ല. അവർക്ക് ഗ്രോത്ത് ഇല്ല, അവർക്ക് ഇവല്യൂഷൻ അവർ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ ജീവിക്കുന്നോ അവർ അതേപോലെ തന്നെ അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. ലോകത്തിലെ 10% താഴെ ആളുകൾ മാത്രമേ ഈ അൺലിമിറ്റഡ് വെർഷനിലേക്ക് മാറുന്നുള്ളൂ. മലയാളികളെ സംബന്ധിച്ച് അത് 1% പോലും ഇല്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യം ഞാൻ പറയട്ടെ. 1% മലയാളികൾ പോലും ഈ അൺലിമിറ്റഡ് വെർഷനിലേക്ക് മാറുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് എങ്ങനെ നമ്മുടെ ലിമിറ്റഡ് വെർഷനിൽ നിന്ന് നമുക്ക് അൺലിമിറ്റഡ് വെർഷനിലേക്ക് മാറാം എന്നുള്ളതാണ്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ കൂടുതലും നമ്മുടെ മതഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ഞാനതിനെ ഏൻഷ്യൻ വിസ്ഡം ടെക്സ്റ്റ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2000, 3000 അല്ലെങ്കിൽ 4000 വർഷം പഴക്കമുള്ള നമ്മളുടെ ഗ്രന്ഥങ്ങൾ, അവയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ we can become the unlimited version. ദൈവം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ആത്മവിശ്വാസവും ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയാലും തീർച്ചയായിട്ടും ഐ ക്യാൻ ചേഞ്ച് മൈ ലിമിറ്റഡ് വെർഷൻ ടു അൺലിമിറ്റഡ് വെർഷൻ. പഠിക്കണ്ടേ? അപ്പൊ എന്താണ് പ്രത്യേകത? അൺലിമിറ്റഡ് വെർഷനിൽ ചിന്തിക്കുന്ന വ്യക്തിയോ അൺലിമിറ്റഡ് സെയിൽസ്മാനിലേക്ക് മാറുന്ന വ്യക്തിക്കോ വേണ്ട 10 പവർ ടൂൾസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 10 പവർ ടൂൾസ്. അപ്പോൾ ഒന്നാമത്തെ പവർ ടൂൾ എന്താണ്? ഒന്നാമത്തെ പവർ ടൂൾ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് ഒരു അൺലിമിറ്റഡ് വെർഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സെയിൽസ്മാനോ വ്യക്തിയോ ഒരു ബിസിനസ്സുകാരനോ ബേസിക് ആയിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു പവർ ടൂൾ എന്ന് പറയുന്നത്, ഒരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഞാൻ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മുടെ ദൈവസങ്കല്പത്തെക്കുറിച്ചും ഈ പ്രാചീന വിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അവരുപയോഗിക്കുന്ന ബേസിക് ടൂൾ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് കഥ പറയുവാനുള്ളൊരു കഴിവ്, അതായത് കഥാരൂപം എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ്. ആ ഒരു മെത്തഡോളജിയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു മെത്തഡോളജി തന്നെയാണ് എന്താണ്
സെയിൽസ്മാനും ബിസിനസ്സുകാരും അവരുടെ ഫീൽഡിൽ ഉപയോഗിക്കേണ്ടത്. എന്താണ് സ്റ്റോറി ടെല്ലിംഗ്? ഒരു സെയിൽസ്മാനോ ബിസിനസ്സുകാരനോ എങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം? അവരിലേക്ക് വരുന്ന കസ്റ്റമറെയോ അവരിലേക്ക് വരുന്ന ക്ലയൻറ്റിനെയോ അവരുടെ ആ ഹീറോ ജേർണിയിൽ, അവരുടെ ആ യാത്ര തുടങ്ങുന്ന ആ അവസരം മുതൽ ആ സെയിൽസ് പൂർത്തീകരിക്കുന്ന ആ ഒരു അവസരം വരെ വളരെ മനോഹരമായ ഒരു കഥയിലൂടെ അവരുടെ ബ്രാൻഡിനെ കുറിച്ചോ അവരുടെ ആ ഹീറോ ജേർണിയെക്കുറിച്ചോ ആ പ്രോഡക്റ്റിനെ കുറിച്ചോ ആ സർവീസിനെ കുറിച്ചോ മനോഹരമായൊരു കഥയിലൂടെ യാത്ര ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ക്ലയൻറ്റിനെ നമ്മുടെ ബിസിനസ്സിൻ്റെയോ സെയിൽസിൻ്റെയോ ഭാഗമാക്കാം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ എന്ന് പറയും. വിഷ്വലൈസേഷൻ, അതായത് മനോഹരമായിട്ട് സ്വപ്നങ്ങൾ കാണുവാൻ വിഷ്വലൈസേഷൻ, വിഷ്വൽസ്, അല്ലെങ്കിൽ നമുക്ക് ഡ്രീം ചെയ്യുവാൻ, നമുക്ക് മനോഹരമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്. വിഷ്വലൈസേഷൻ മനോഹരമായൊരു ടൂളാണ്. വിഷ്വലൈസേഷൻ, സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ടൂളിന് ശേഷം പ്രപഞ്ചത്തിൽ ഉപയോഗിക്കുന്ന മനോഹരമായൊരു ടൂളാണ് വിഷ്വലൈസേഷൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മതഗ്രന്ഥങ്ങളായിക്കോട്ടെ, നമ്മുടെ പ്രപഞ്ചമായിക്കോട്ടെ, ആ കോസ്മോസിനെ കുറിച്ച് നമ്മൾ ബുക്കുകൾ വായിക്കുമ്പോൾ, അതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ പറയുമ്പോഴും അവർ ശരിക്കും ആ വിഷ്വലിനെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്, അല്ലേ? അത്ര വലിയ രീതിയിലുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ച്, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധത്തിലുള്ള വസ്തുവകകളെക്കുറിച്ച്, ആ ഹാർമോണിയെക്കുറിച്ച്, ഡൈവേഴ്സിറ്റിയെക്കുറിച്ച്. അപ്പം വിഷ്വലൈസ് ചെയ്യുവാൻ കഴിവുള്ളൊരു സെയിൽസ്മാനോ ബിസിനസ്സുകാരനോ ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ടിനോ എന്ത് ചെയ്യാൻ കഴിയും? മികച്ച ഒരു സെയിൽസ് നടത്തുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. ഇൻറ്റ്യൂട്ടീവ്, എന്താണ് ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ കാണുവാനുള്ളൊരു കഴിവാണ്. അതായത് ഒരു സിക്സ്ത് സെൻസ് തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ കറണ്ട് സെനാറിയോയെ മാത്രമല്ല, ഭാവിയേയും കൂടെ കാണുവാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പം ഈ ഇൻറ്റ്യൂട്ടീവ് സെയിൽസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് വിസ്ഡമുള്ള ആളുകൾ, ഇത് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ ഒരു പവർ ടൂളിനകത്ത് ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. അതിന് വേണമെങ്കിൽ അത് സ്റ്റോറി ടെല്ലിങ്ങോ വിഷ്വലൈസേഷനോ NLPയോ ക്ലോസിംഗ് ടെക്നിക്സ്, അങ്ങനെ പല വിധത്തിലുള്ള സബ് ടൂൾസുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഭാവിയിലേക്ക് നടക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഇന്നേ മനസ്സിലാക്കിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കസ്റ്റമറുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ അനലൈസ് ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ പഠിക്കുന്നു, ചോദിച്ചല്ല, അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആൾക്ക് മനസ്സിലാകുന്നു, ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാകുന്നു. ഇതിലൂടെ എന്ത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു? ആ കസ്റ്റമറുടെ നീഡ്സ്, ആ കസ്റ്റമറുടെ വാണ്ട്സ്, ഇതെല്ലാം മനസ്സിലാക്കി എന്താണ് ആ സെയിൽസ് ക്ലോസ് ചെയ്യുവാനായിട്ട് കഴിയുന്നു. മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവാണ്. നാലാമതുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് ആണ്. മൈൻഡ് മാപ്പിംഗ് എന്താണ്? മൈൻഡ് മാപ്പിംഗ് നമ്മുടെ അൺലിമിറ്റഡ് വെർഷനിലേക്കുള്ള സെയിൽസ്മാൻ്റെ യാത്രയിൽ ഉപയോഗിക്കുന്ന നാലാമത്തെ ടൂളാണ് മൈൻഡ് മാപ്പിംഗ്. അതായത് ഞാനൊരു അധ്യാപകനായിരുന്ന സമയത്ത് ഞങ്ങളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, ഓരോ ചാപ്റ്ററും നമ്മൾ പഠിപ്പിക്കുന്ന ചാപ്റ്ററിന് മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക. എന്താണ് ഈ മൈൻഡ് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഡ്സ്, ഇമ്പോർട്ടൻ്റ് വേർഡ്സ്
കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ട്രീ രൂപത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേർഡ്സ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ പാഠത്തെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് മൈൻഡ് മാപ്പിംഗ്. അതായത് നമ്മുടെ ആ സെയിൽസ് എന്ന് പറയുന്ന പ്രക്രിയ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് അതൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ പതിപ്പിക്കുന്നു. ആ പതിപ്പിക്കുന്ന കാര്യം അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആ സെയിൽസിൽ കൺവേർട്ട് ചെയ്യുന്നു. അതായത് 10-15 മിനിറ്റ് ഉപയോഗിച്ച് നമ്മളൊരു കസ്റ്റമറെ ഡീല് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനൊരു പ്രോഗ്രസ് ഉണ്ട്. ആ പ്രോഗ്രസ് എന്ത് ചെയ്യുന്നു? നമ്മൾ മൈൻഡ് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കണക്ട് ചെയ്ത് ഇൻ്റർ കണക്ട് ചെയ്ത് നമ്മൾ ആ കസ്റ്റമറെ നമ്മുടെ സെയിൽസ് പ്രൊസീജിയറിലേക്ക് കൊണ്ടുവന്നിട്ട് സെയിൽസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന ടൂളാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ടൂള്, അഞ്ചാമത്തെ ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ചാമത്തെ ടൂള് NLP അല്ലെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയും. സെയിൽസിലും ബിസിനസ്സിലും കൂടാതെ നമ്മുടെ പൊളിറ്റിക്സിലും റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് NLP അല്ലെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. രാഷ്ട്രീയത്തിലേക്ക് ഇത് കണ്ടുപോകാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫീച്ചേഴ്സ് അല്ല, ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നതിൻ്റെ മറുവശമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്നത് എത്തിക്കലായിട്ടുള്ള NLP ഉപയോഗിക്കണം. നമ്മുടെ കസ്റ്റമർ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. നമുക്കവർക്ക് ഡാർക്ക് സൈക്കോളജി ഉപയോഗിച്ച്, അതായത് സൈക്കോളജിയുടെ മറുവശം, അത് ഉപയോഗിച്ചു കൊണ്ടുള്ള ടെക്നിക്കുകൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനഃശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമറുടെ മനസ്സറിഞ്ഞുകൊണ്ട് കസ്റ്റമറുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ വാൺസും നീഡ്സും അളന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ട്രേഡ്, ആ എക്സ്ചേഞ്ച് പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന ടൂളാണ് NLP. അതിനകത്ത് ഒരു 30ഓളം ടൂളുകളുണ്ട്. റീഫ്രെയിമിംഗ് എന്ന് പറയും, ആങ്കറിംഗ് എന്ന് പറയും, റിഫ്ലക്ഷൻ എന്ന് പറയും. അങ്ങനെ 30ലധികം ടൂളുകൾ NLPക്കകത്തുണ്ട്. അതിലേത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കസ്റ്റമറെ വീണ്ടും കസ്റ്റമർ, നമ്മുടെ ലൈഫ് ടൈം കസ്റ്റമറാക്കി മാറ്റുവാൻ കഴിയും. നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് എക്സ്ക്ലൂസിവിറ്റി. അതായത് നമ്മൾ ബിസിനസ്സിലൊക്കെ പറയാറുള്ളൊരു വാക്കാണ് ഫോമോ എന്ന് പറയുന്നത്. ആ എക്സ്ക്ലൂസിവിറ്റിയെ കുറിച്ച് ഞാൻ വിശദീകരിച്ച ശേഷം എന്താണ് ഫോമോ എന്ന് പറയാം. അപ്പം 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസിവിറ്റി. എക്സ്ക്ലൂസിവിറ്റി എന്താണ്? എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന്, ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് മാത്രമായിട്ട് നമ്മൾ ഒരു എക്സ്ചേഞ്ച് പ്രക്രിയ സൃഷ്ടിക്കുകയാണ്. അവർക്ക് മാത്രമായിട്ടൊരു പ്രോഡക്റ്റ്, അവർക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു സർവീസ്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് പ്രോഡക്ട്സ് വേണം. അതായത് എനിക്ക് മാത്രം ഒരു എക്സ്ട്രാ ഉള്ള അല്ലെങ്കിൽ എക്സ്ട്രാ സർവീസ് ഉള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും എന്താ വിചാരിക്കുന്നത്? അവരാ കടയിലോട്ടോ അല്ലെങ്കിൽ അവരൊരു ഡിജിറ്റൽ പർച്ചേസിലോട്ട് പോകുമ്പോൾ അവർക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട്, അവർക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഒരു പ്രോഡക്റ്റോ സർവീസോ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അതൊരു വൻ വിജയമാണ്. അപ്പം പലപ്പോഴും നമ്മുടെ ബിസിനസ്സിലോ സെയിൽസിലോ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് ഫോമോ എന്ന് പറയും. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, സ്കേഴ്സിറ്റി എന്നൊക്കെ പറയാറുണ്ട്.
ഇത് ബിസിനസ്സിൽ മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയത്തിലും നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഈ ഫോമോ ക്രിയേറ്റ് ചെയ്ത് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് എന്ത് ചെയ്യും? ആളുകൾ അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും. പക്ഷെ ഞാൻ പറയുന്നത് ഫോമോ അല്ല, നമ്മുടെ കസ്റ്റമറിനെ നമ്മൾ ബോധിപ്പിക്കുവാണ് ആ കസ്റ്റമർ വാല്യുബിൾ ആണ്. അപ്പം വാല്യുബിൾ സർവീസ് കൊടുത്തുകൊണ്ട് ആ കസ്റ്റമറെ നമ്മൾ നിലനിർത്തുന്നു. അതിനാണ് നമ്മൾ എക്സ്ക്ലൂസിവിറ്റി അല്ലെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് സർവീസ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മെറ്റാഫോറിക്കൽ സെല്ലിംഗ് എന്ന് പറയും. എന്താണത്? മെറ്റാഫോറിക്കൽ സെല്ലിംഗ്. എന്താണ് ഈ മെറ്റാഫോറിക്കൽ സെല്ലിംഗ് എന്ന് പറയുന്നത്? മെറ്റാഫോറിക്കൽ സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏൻഷ്യൻ ബുക്സ് അല്ലെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ആ പറയുന്ന കാര്യങ്ങൾ ചരിത്രങ്ങൾ വിശദീകരിക്കുവാനായിട്ട് അവർ മെറ്റാഫോർസ് എന്നും അനലോഗീസ് എന്ന് പറയുന്ന വിഭാഗങ്ങളെ അവരുപയോഗിക്കാറുണ്ട്. നമ്മൾ പണ്ട് കഥകളൊക്കെ വായിക്കുമ്പോൾ, ഈസോപ്പിൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി ഉണ്ട്. അതിനാ മെറ്റാഫോർ. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും മെറ്റാഫോർസും അനലോഗീസും ഉപയോഗിക്കാറുണ്ട്. അതായത് ആ പറയുന്ന ചരിത്ര കഥയെ വിപുലീകരിക്കുവാനായിട്ട് ചില ഉദാഹരണങ്ങൾ സഹിതം പറയാറുണ്ട്. അത് ഡയറക്റ്റായിട്ടല്ല, ഒരു ഇൻഡയറക്റ്റ് മെത്തഡോളജിയിലൂടെയാണ് അത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബൈബിളിൽ പറയുന്ന പോലെ തന്നെ ഞാൻ തന്നെ ഉപ്പാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു, അല്ലെങ്കിൽ ഞാൻ പാറയാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആളുകൾക്ക് ഡീപ്പ് തിങ്കിങ്ങിലേക്ക്, അതായത് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് ആണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ മെറ്റാഫോറിക്കൽ സെല്ലിംഗ് നമ്മുടെ ബിസിനസ്സിലോ സെയിൽസിലോ ഉപയോഗിക്കാവുന്നത്? നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ വെറുതെ ഒരു സംഭാഷണത്തിലൂടെയോ ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിലല്ലാതെ അവർക്ക് നമ്മൾ ഉദാഹരണങ്ങൾ സഹിതം, ഫോർ എക്സാമ്പിൾ സോഷ്യൽ പ്രൂഫുകൾ, ടെസ്റ്റിമോണിയൽസ്, അതായത് മുൻപ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ വിഷ്വലായിട്ടോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് വിഷ്വലി മനസ്സിലാകുന്ന രീതിയിലോ ആ പ്രോഡക്ട്സിൻ്റെ ഉപയോഗവും അതിൻ്റെ പ്രയോജനങ്ങളും അത് ഭാവിയിൽ നമുക്കുണ്ടാക്കുന്ന അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ സെല്ലിംഗ് പ്രക്രിയ അവിടെ നടക്കും. അപ്പം മെറ്റാഫോറിക്കൽ സെല്ലിംഗ് ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് സെല്ലിംഗ്. എന്താണ് ഈ സബ് കോൺഷ്യസ് സെല്ലിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ബ്രെയിനെ കുറിച്ച് പഠിക്കുമ്പോൾ കോൺഷ്യസ് ബ്രെയിൻ, സബ് കോൺഷ്യസ് ബ്രെയിൻ, സൂപ്പർ കോൺഷ്യസ് ബ്രെയിൻ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ നമ്മുടെ വിൽപ്പനയുടെ പ്രക്രിയയിൽ നമ്മുടെ ആ കസ്റ്റമർ എപ്പോഴും സബ് കോൺഷ്യസ് ഉണർന്നിരിക്കും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെല്ലിംഗ് പ്രക്രിയയിൽ അവർ സബ് കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം അവിടെ സബ് കോൺഷ്യസിന് കുറച്ച് ഡോപ്പമിൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മുടെ വാക്കുകൾ, നമ്മുടെ ആ ഒരു ഡീലിങ്ങുകൾ, ആ ബെനിഫിറ്റ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു കളർ ടോണെ കുറിച്ചോ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഭാവിയിൽ നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ചോ നമ്മളൊരു സബ് കോൺഷ്യസ് ലെവലിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഒരു വാവ് മൂവ്മെൻറ്റ് ഈ കസ്റ്റമറുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അവർ കൂടുതൽ പർച്ചേസിലേക്ക് പോകാം. അപ്പോൾ സബ് കോൺഷ്യസ് സെല്ലിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ്
എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്? ഇന്നവേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പുതിയ പുതിയ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, ഈ പറയുന്ന ചിന്തകന്മാർ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുവാനായിട്ടും ഈ ആശയങ്ങളെ വേറെ തലങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഇത് നമ്മുടെ വിൽപ്പന പ്രക്രിയയിലോ ബിസിനസ്സിലോ ഉപയോഗിക്കാം. നമ്മുടെ കസ്റ്റമറെ നമ്മുടെ അടുത്തോട്ട് കിട്ടുമ്പോൾ, അല്ലെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കൂട്ടം കസ്റ്റമേഴ്സെ നമ്മൾ സമീപിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളോ അവരുടെ നീഡ്സും വാൺസും അവർക്കും അവരുടെ തലമുറകൾക്കും പ്രയോജനമുള്ള കാര്യങ്ങളാക്കി അവതരിപ്പിക്കുമ്പോൾ ആ കസ്റ്റമറിൽ ഒരു ട്രസ്റ്റ് രൂപപ്പെടുകയാണ്. അപ്പോൾ പ്രോഡക്റ്റോ സർവീസിനോ അപ്പുറത്തോട്ട് ഈ ഒരു വസ്തു അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റോ സർവീസോ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിഷ്വലൈസ് ചെയ്യുവാനായിട്ടും അവർക്കത് ഭാവിയിലേക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റായിട്ട് സങ്കല്പിക്കാനായിട്ടും കഴിയണം. അതിന് നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു സെയിൽസ്മാന് ഒരു സെയിൽസ് സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മനോഹരമായിട്ട് പ്രസൻറ്റേഷൻ നടത്തുവാനായിട്ട് കഴിയും. ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ CRM സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ നമുക്ക് ട്രാക്ക് ചെയ്യുവാനായിട്ട് കഴിയും. സൈക്കോളജിക്കലായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ ആ കസ്റ്റമറെ നമുക്ക് സൈക്കോളജിക്കലായിട്ടും സ്പിരിച്വലായിട്ടും കണക്ട് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ മനോഹരമായ സെയിൽസ് പ്രക്രിയയിൽ നമ്മോടൊപ്പം കസ്റ്റമർക്കും യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. നമ്മോടൊപ്പം കസ്റ്റമറെ നമുക്ക് യാത്ര ചെയ്യിക്കണ്ടേ? നമ്മുടെ ലൈഫ് ലോങ് ജേർണിയിൽ നമ്മുടെ ബ്രാൻഡിനോടൊപ്പം ആ വ്യക്തിയും യാത്ര ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള സെയിൽസ്മാൻമാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ലോകത്തിലെ 10% കുറവുള്ള കേരളത്തിൽ 1% താഴെയുള്ള ഒരു കൂട്ടം ആളുകളെ വാർത്തെടുക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അൺലിമിറ്റഡ് പീപ്പിൾ, അൺലിമിറ്റഡ് ഐഡിയാസ്, അൺലിമിറ്റഡ് ഇന്നോവേഷൻ, അൺലിമിറ്റഡ് പ്രോഡക്ട്സ്, unlimited services, unlimited demand, unlimited economy, unlimited prosperity, unlimited money, unlimited opportunities, unlimited progress, unlimited development, unlimited freedom and unlimited happiness. പരിധികളില്ലാത്ത ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. പരിധികളില്ലാത്ത മനുഷ്യരാണ് നമ്മൾ. നമ്മളുടെ പരിധികൾ നിശ്ചയിക്കുന്നത് സമൂഹമല്ല, വ്യക്തികളല്ല. ദൈവം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ ദൈവം മുകളിലുള്ള ദൈവത്തെ കണക്ട് ചെയ്യുവാൻ പ്രാപ്തനാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ I and you also can become unlimited. So ഒരു അൺലിമിറ്റഡ് പേഴ്സൺ ആകാൻ, ഒരു അൺലിമിറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാവാൻ പ്രപഞ്ചത്തിലുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വസ്തുക്കളെയും സർവീസുകളെയും നമുക്ക് ചേർത്ത് പിടിക്കുവാൻ 1% മലയാളികളേക്കുള്ള ആ യാത്രയിൽ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.